കാര-പാടിയിൽക്കടവ് പാലം ടെൻഡറിന് മന്ത്രിസഭ അംഗീകാരം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാടിയിൽക്കടവ് പാലം നാട്ടുകാരുടെ ഏറെക്കാലമായുള്ള സ്വപ്നമായിരുന്നു. 2020-21 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാടിയിൽക്കടവ് പാലം നിർമ്മിക്കുന്നതിനായി 5.60 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും ഇൻലാൻഡ് നാവിഗേഷൻ ക്ലിയറൻസ് ലഭിക്കുന്നതിനായി പാലത്തിന്റെ ഡിസൈനിൽ മാറ്റം വരുത്തേണ്ടതായി വന്നു. പുതുക്കിയ ഡിസൈൻ തയ്യാറാക്കുമ്പോൾ പാലത്തിന്റെ ഉയരവും നീളവും കൂടുകയും സ്പാൻ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ധനകാര്യ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകുകയും 11.10 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 2 തവണ ടെൻഡർ ചെയ്തെങ്കിലും ആരും പങ്കെടുക്കാതിരിക്കുകയും മൂന്നാമത്തെ ടെൻഡറിൽ ഭരണാനുമതി നൽകിയ തുകയേക്കാൾ 14% അധിക തുക ക്വാട്ട് ചെയ്യുകയും ചെയ്തു. ടെൻഡർ ചെയ്ത തുക ഭരണാനുമതി തുകയേക്കാൾ അധികമായതിനാൽ നിലവിലെ പൊതുമരാമത്ത് മാനദണ്ഡപ്രകാരം മന്ത്രിസഭയുടെ അംഗീകാരം ആവശ്യമാണ്. അതിനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. പാലം പണി വേഗത്തിൽ ആരംഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് എം.എൽ.എ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. കാര-പാടിയിൽക്കടവ് പാലം കര തൊടാതെയുള്ള ഒരു സ്വപ്നമായിരുന്നു ഈ നാട്ടുകാരുടെ. വർഷങ്ങളായി ആ സ്വപ്നം. പക്ഷേ ഇപ്പോൾ അത് സാക്ഷാത്കരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെൻഡറിന് മന്ത്രിസഭ അംഗീകാരം ലഭിച്ചു എന്ന വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ പാലം ഇവിടെ യാഥാർത്ഥ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാട്ടുകാർ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.